ഉപാസക ഉപാസികമാര്, സർവോപരി പ്രബുദ്ധ അമേരിക്കയിലെ പൂജകളെ, അമേരിക്കയിലെ നിവാസികളെ എല്ലാവർക്കും എൻ്റെ ബുദ്ധമാണ്. ഇവിടെ ആശംസ അർപ്പിക്കുക എന്നുള്ളതിന് ഒരു ഔപചാരിക ചടങ്ങുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിലെ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബുദ്ധമാർഗം അതിൻ്റെ വിശ്വാസം കഴിക്കുകയും ഭിക്ഷുക്കളും കേരളത്തിലെല്ലാം ഇല്ലാതാവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു 60 വർഷമായിട്ട് തുടരുകയുമാണ്. എന്തായാലും കേരളത്തിൽ നിന്ന് തന്നെ ഭഗവാന്റെ നാമവും ഭഗവാന്റെ ധർമ്മവും ഭഗവാന്റെ ആചരണങ്ങളും എല്ലാം കേരളത്തിൽ ഒരിക്കൽ കൂടി നിലവിൽ വരണമെന്ന് അത്യധികമായിട്ട് ആഗ്രഹിച്ച കുറേയധികം കുടുംബങ്ങൾ, അത് കേരളത്തിൽ അങ്ങോട്ടുള്ള കുറേയധികം കുടുംബങ്ങൾ അവരുടെ പൊന്നോമ്പല സന്താനങ്ങളെ ധർമ്മത്തിന്റെ വഴിയിലേക്ക് ദാനം നൽകുകയും ആ ദാനത്തിന്റെ ഫലമായിട്ട് അത് സംഘമായിട്ട് പഠിച്ച് തിരികെ വന്നിരിക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഇവിടെ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഇത്തരം സംഘങ്ങൾ ചെറുതും വലുതുമായിട്ട് പല പ്രദേശത്തു നിന്നും പരിശീലനം പൂർത്തിയാക്കി പരിശീലനത്തിന്റെ പ്രാഥമിക ദ്വിതീയ ഘട്ടങ്ങളൊക്കെ കേരളത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പരിശീലനങ്ങളും പരിശീലനങ്ങളും എന്താണെന്ന് കേരളീയ ജനതയ്ക്ക് ശരിയായ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ ബുദ്ധന്റെ ധർമ്മസംഘവും ശാക്യപുത്രന്റെ ധർമ്മോപദേശങ്ങളും കേരളത്തിന് അങ്ങോട്ടുകൂടെ മഴയടിക്കുമെന്നുള്ള സന്തോഷ വർത്തമാനം ഞാനിവിടെ അറിയിക്കുകയാണ്. ഇക്കാര്യത്തില് കഴിഞ്ഞ 30 വർഷം മുമ്പ് ഞാൻ ഈ മേഖലയിൽ വരുമ്പോൾ വലിയ നിശബ്ദത, പരിപൂർണ്ണ നിശബ്ദതയായിരുന്നു. ബുദ്ധന്റെ ഫോട്ടോകൾ കാണാൻ പോലും ഇല്ലായിരുന്നു. എന്തായാലും അതിനൊക്കെ പരിഹാരമായിട്ട് അതൊക്കെ പരിഹരിച്ചുകൊണ്ട് കാലത്തിൻ്റെതായുള്ള ഒരു നിയമമുണ്ട്. ലോകത്തിൻ്റെതായിട്ടുള്ള നിയമം ഇപ്പോഴും കാലചക്രം ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അത് നിശ്ചലമാക്കാനായിട്ട് ചരിത്രത്തിന്റെ ശക്തികളെ കൊണ്ട് സാധിക്കുന്നില്ല. എന്തായാലും കാലചക്രത്തിന്റെ പുനഃപ്രവർത്തനത്തിൽ സമയക്രമത്തിന്റെ പ്രവർത്തനം വീണ്ടും ഈ മണ്ണിലെ ഉടലെടുത്തിരിക്കുന്നു എന്നുള്ള വർത്തമാനം നമുക്കെല്ലാം അനുഭവവേദ്യമാവുകയാണ്. കുഞ്ഞിയ പണ്ഡിതന്മാർക്ക് ആശംസ അർപ്പിക്കുക എന്നൊരു പരിപാടി യുദ്ധമാർഗത്തിലില്ല. അവരൊക്കെ നമ്മുടെ ആദർശവാന്മാരായിട്ടുള്ള മുൻകന്മാരാണ്. അവരെ ആശംസിക്കുന്ന പരിപാടിയില്ല. അവരെ അവരുടെ അനുഗ്രഹം കൈക്കൊണ്ട് അവരുടെ ആശീർവാദങ്ങൾ നേടിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ദിവസം ഈ ധർമ്മയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അതിൻ്റെ സംഘടനയ്ക്ക് വളരെയധികം അഭിനന്ദനം അർപ്പിക്കുന്നു. അതിൻ്റെ ഈ സന്ദേശന്മാരെ ദാനം ചെയ്ത കുടുംബാംഗങ്ങളെ, അവരുടെ മാതാപിതാക്കൾ, അവർക്കെല്ലാം ഈ വേളയിലെ ഭഗവാന്റെ നാമധേയത്തിൽ, ലോകത്തിലെ ധർമ്മസംഘത്തിന്റെ നാമധേയത്തിൽ, ധർമ്മത്തിന്റെ നാമധേയത്തിൽ, ബുദ്ധന്റെ ഒക്കെ നാമത്തിലുള്ള നന്ദി അതിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ പദ്ധതിമാരും കേരളത്തിലെ ധർമ്മചക്ര പ്രവർത്തനങ്ങളിൽ നമുക്ക് വലിയ സഹായികളും തുണയും ഗുരുനാഥന്മാരും ഉപദേശങ്ങളും ഒക്കെയായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ പൂർണ്ണമാക്കുന്നു. എല്ലാവർക്കും ബുദ്ധനമാമി, ധർമ്മനമാമി, സംഘടനമാമി.